നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ സമരാഗ്നി സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഷബീർ തോട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി സംഘടിപ്പിച്ചത്. മന്ത്രിയുടെ കോലവും കത്തിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷബീർ തോട്ടത്തിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആബിദ് കൊണ്ടൂർക്കര അധ്യക്ഷനായിരുന്നു. എ പി മുഹമ്മദ് അലി, കെ എം മുജീബുദ്ദീൻ, എം എം ഹസൻകുട്ടി, അംസ പുലാക്കൽ, വി എം ഷെരീഫ്, റഷീദ്, ഷിയാബ് കരിമ്പുള്ളി, യൂസഫ് കരിമ്പുള്ളി, നിസാർ പോക്കോടെ, സൽമാൻ ചേരിക്കല്ല് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുഴകളിലെയും കുളങ്ങളിലെയും നിലയില്ലാ കയങ്ങളിൽ അകപ്പെടുന്നവരെ പുറത്തെടുക്കുന്ന ദൗത്യത്തിന് ഇനി പൈലിപ്പുറം സ്വദേശി മുങ്ങൽ വിദഗ്ധൻ ബാബു ഇല്ല. രോഗബാധിതനായിരുന്നിട്ടും തന്റെ അവസാന നാളുകളിൽ പോലും കർമ്മരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു സിവിൽ ഡിഫൻസ് അംഗം കൂടിയായിരുന്ന ഹംസ എന്ന ബാബു. പുഴയിലെയും തൂതപ്പുഴയിലെയും നിലയില്ലാ കയങ്ങളിൽ അകപ്പെടുന്നവരെ പുറത്തെടുക്കുന്നത് അവസാന വാക്കായിരുന്നു തിരുവേഗപ്പുറ പൈലിപ്പുറം സ്വദേശി പട്ടമ്മാർത്തോടി ഹംസ എന്ന നാട്ടുകാരുടെ ബാബു. ബാബുവും രണ്ടു മക്കളും സഹോദരനുമടങ്ങുന്ന 4 സംഘത്തിൽ ഇനി ബാബുവില്ല. സ്വന്തം ജീവൻ പോലും മറന്നാണ് ഒഴുക്കിൽപ്പെടുന്നവരെ പുറത്തെടുക്കുവാൻ ബാബുവും സംഘവും പുഴകളിലേക്ക് ഇറങ്ങിയിരുന്നത്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാബു കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. 43 വയസ്സായിരുന്നു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വലിയൊരു ആശ്രയമായിരുന്നു അകാലത്തിൽ വിടവാങ്ങിയ ബാബു. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും മാത്രമല്ല, വലിയ കുളങ്ങളിലും കോറികളിലുമെല്ലാം മുങ്ങിത്താഴുന്ന ജീവനറ്റ ശരീരങ്ങൾ പൊക്കിയെടുക്കുവാൻ വിദഗ്ധനായിരുന്നു ബാബു. മരണത്തിന്റെ അവസാന നാളുകളിൽ പോലും തന്റെ നിസ്വാർത്ഥ സേവന രംഗത്ത് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ ബാബുവിനായി. 2 ആഴ്ച മുമ്പുണ്ടായ കനത്ത മഴയിൽ ഭാരതപ്പുഴയിലെ പെരുമുടിയിലും കുറ്റിപ്പുറത്താകപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലും ബാബുവിന്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുഴയിൽ വീണു മരിച്ച അപസ്മാര രോഗിയുടെ മൃതദേഹം പൊക്കിയെടുത്തായിരുന്നു ഈ രംഗത്തേക്കുള്ള ബാബുവിന്റെ കടന്നുവരവ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി 50-ലേറെ മൃതദേഹങ്ങൾ ജലാശയങ്ങളിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും അകപ്പെടുന്നവരെ കണ്ടെത്താൻ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വലിയ അത്താണി കൂടിയായിരുന്നു ബാബു. കഴിഞ്ഞ വർഷം കർണാടകയിലെ ഷെരൂരിൽ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലും ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ മാസം മുഹമ്മദ് മോസിൻ MLA എക്സലന്റ് അവാർഡ് നൽകി ബാബുവിനെ ആദരിക്കുകയുണ്ടായി. മരണവിവരം അറിഞ്ഞ് വിവിധ രംഗങ്ങളിലുള്ള നിരവധി പേരാണ് വീട്ടിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു ഖബറടക്കം. പട്ടാമ്പി കൂറ്റനാട് പാതയിൽ അറ്റകുറ്റപ്പണികളുമായി അധികൃതർ രംഗത്ത്. പ്രവൃത്തികൾ തുടങ്ങിയതോടെ പാതയിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പെരുമ്പിലാവ് നിലമ്പൂർ പാതയിലെ ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗം പാടെ തകർന്നു കിടക്കുകയാണ്. റോഡിന്റെ പലയിടത്തും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് അറ്റകുറ്റപ്പണികളുമായി അധികൃതർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിലവിൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പിന് സമീപത്താണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി 1 മാസക്കാലം പാതയിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ മുതലാണ് ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തികൾ തുടങ്ങിയിരിക്കുന്നത്. പ്രവർത്തികൾ തുടങ്ങിയതോടെ പാതയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. ഇത് പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിനും ആക്കം കൂട്ടിയിരിക്കുകയാണ്. രാവിലെ മുതൽ പട്ടാമ്പി ടൗണിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കൂറ്റനാട് ചാലിശ്ശേരി PWD റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, റോഡ് ഗതാഗത യോഗ്യമാക്കുക, അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂറ്റനാട് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. ചാലിശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കൂറ്റനാട് ന്യൂ ബസാറിൽ നടന്ന റോഡ് ഉപരോധം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷനായി. K ബാബുനാസർ, TK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രി പറയുന്നു ഇവിടെ 51 കോടി, 54 കോടി, 55 കോടി ഒക്കെ പറയാ, കടലാസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് നക്കിയാൽ മധുരം ഉണ്ടാവില്ല. അതുപോലെയാണ് നിങ്ങൾ കടലാസില് ബഡ്ജറ്റിൽ പണം വെച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി. 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്. നാടിന്റെ പുരോഗതി ഞങ്ങൾ വന്നാൽ എല്ലാം മാറും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവര് ശരിയാക്കിയവര് മറ്റു പല മേഖലകളിലുമാണ്. നാഷണൽ ഹൈവേക്ക് 6 വരി പാതയേക്കാൾ റോഡ് വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സർക്കാരിന്റെ തന്നെ പൊതുമേഖല PWD വകുപ്പിന്റെ തന്നെ കീഴിലുള്ള റോഡ് ഇവിടെ വീതി കൂട്ടാനുള്ള ആവശ്യമായ സ്ഥലം ഇവിടെ
സർക്കാർ 1 രൂപ പോലും അക്വസിഷൻ നടപടി നൽകാതെ ഈ റോഡ് വീതി കൂട്ടാൻ കഴിയുന്ന സാഹചര്യം ഈ ചാലിശ്ശേരി മുതൽ ഞാങ്ങാട്ടി വരെയുള്ള തൃത്താല അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഈ റോഡിന് ഇവിടെ എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് പോലും എത്രയോ വർഷങ്ങളായി ഇതിന്റെ പേരിൽ പുറവിളി കൂട്ടിയിട്ട് പോലും ഈ റോഡ് മാത്രം നടക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വേര തൃത്താല മണ്ഡലം കൺവെൻഷൻ നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VS സുമേഷ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി O ഫാറൂഖ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, അരുൺകുമാർ പാലക്കുറിശി, ജിതേഷ് നാരായണൻ, ജില്ലാ സെക്രട്ടറി K ഇജാസ്, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM നഹാസ്, DCC സെക്രട്ടറിമാരായ ബാബു നാസർ, P മാധവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊപ്പത്ത് LDFന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ആദരച്ചടങ്ങും ശനിയാഴ്ച നടക്കും. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരായാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നിരന്തരം അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതിനെതിരെയും ഭരണസമിതിയുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് ഈ മാസം 12-ന് LDFന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന കൂട്ടായ്മയിൽ മുഹമ്മദ് മുഹസിൻ MLA, ഡോക്ടർ സരീൻ തുടങ്ങിയവർ പങ്കെടുക്കും. 100 ദിവസം പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ കലാമണിയിൽ പങ്കെടുത്തവരെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും കൂട്ടായ്മയിൽ അനുമോദിക്കും. വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഭരണസമിതിക്കും അനുമോദനം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 1.5 കൊല്ലമാണ് UDFന്റെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 3.5 കൊല്ലക്കാലം LDF നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അത് ഓരോ മേഖലയിലും എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികസനത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് 5ാം സ്ഥാനമാണ്. 1000-ലധികം പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്ത് 5ാം സ്ഥാനത്തും നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനത്തുമാണ്. മാത്രമല്ല 100%, 114% അഡ്വാൻസായി തുക വിനിയോഗിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇപ്പോൾ അടുത്ത കാലത്തായി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ UDF പ്രധാനമായി BJPയുടെയും ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ടായി. അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാര വേലകളെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ 12-ാം തീയതി ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് കൊപ്പം സെൻറ്ററിൽ ഒരു വലിയ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. നിരവധി വികസന പദ്ധതികളാണ് LDF ഭരണസമിതി പഞ്ചായത്തിൽ നടപ്പാക്കിയത്. എല്ലാ രംഗങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. കൊപ്പം ടൗൺ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് ആവശ്യമായ നടപടികളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചുവെന്നും ഇവർ അറിയിച്ചു. ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് UDFന്റെ അധികാരക്കൊതി BJPയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ LDF ഭരണസമിതിയെ അട്ടിമറിച്ച് അവരെ കോലീബി ഭരണം ഏകദേശം 1.5 വർഷത്തിലധികം പഞ്ചായത്ത് ഭരണം കഴിയാതെ ആ ഒരു 2 വർഷത്തെ ഭരണം കൊപ്പം പഞ്ചായത്തിനുണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയും പുറകോട്ടടിക്കുകയാണ്. നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി വന്നതിൻ്റെ ഭാഗമായി എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചതിൻ്റെ ഭാഗമായി വലിയ ദുരിതത്തിലായി. ആ റോഡ് വികസനത്തിനായി കിട്ടിയ 2,26,00,000 രൂപ ചെലവഴിക്കാതെ ഒരു 60 ലക്ഷം രൂപയോളം, 1/2 കോടിയിലധികം രൂപ ചെലവഴിക്കാതെ ലാപ്സാക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിനെതിരായി വലിയ ബഹുജന പ്രക്ഷോഭം ഉയർന്നതാണ്. മാത്രമല്ല UDF ഏത് കാലത്തും പറയുന്നതാണ് പട്ടികജാതി വികസന ഫണ്ട് ചെലവഴിക്കുന്നില്ല എന്ന കപട നാടകത്തിൽ സമരം നടത്തിയത്. പക്ഷേ അവർ ഭരണത്തിൽ വന്ന് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം U അജയകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് K ബീന, മറ്റു നേതാക്കളായ A സോമൻ, M രാജൻ, K മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശമംഗലത്ത് പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 64-കാരന് പരിക്കേറ്റു. പന്നി മറ്റ് 2 പേരെയും ആക്രമിച്ചിട്ടുണ്ട്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ മുരുക്കുംകുഴിയിൽ താമസിക്കുന്ന എഴുത്തുപുരയ്ക്കൽ ശിവദാസനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 11ഓടെ വീടിന്റെ മുൻവശത്തിരിക്കുന്നതിനിടെ കാട്ടുപന്നി ഓടിവന്ന് ഇടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ശിവദാസനെ വീണ്ടും പന്നി കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് കണ്ട്
വീട്ടുകാരും പരിസരവാസികളും ബഹളം വെച്ച് പന്നിയെ തുരത്തിയൊടിച്ചു. ആക്രമണത്തിൽ ശിവദാസന്റെ 2 കാലുകൾക്കും കൈത്തണ്ടകൾക്കും തലയ്ക്കുമാണ് പരിക്കുപറ്റിയത്. ഞാൻ പുറത്ത് നിൽക്കായിരുന്നു, മുറ്റത്ത് നിൽക്കായിരുന്നു. അപ്പോൾ ആൾക്കാർ സൗണ്ട് കേൾക്കണ്ടു, മാറുന്നുള്ള സൗണ്ട് കേൾക്കുന്ന സമയത്ത് എന്തോ നോക്കുന്ന ലേശം വന്നിട്ട് മാറി നിന്നാണ്. മുറ്റത്ത് തന്നെ മാറി നിൽക്കുമ്പോൾ നായ്ക്കൾ തന്നെ കൊണ്ടുപോയി, നായ്ക്കൾ ഓടി വരുന്നുണ്ട്. അപ്പം പന്നീനെ കണ്ടില്ല. അവിടുന്ന് ബാക്ക് കൂടെ പന്നി വന്നിട്ട് ഇങ്ങോട്ട് ഒറ്റ കുത്തിനെ ഞാനോട് പൊന്തിയിട്ട് അങ്ങനെ വീണു. അങ്ങനെയാണ് സംഭവിച്ചത്. വലിയ തന്നെയായിരുന്നു അത്. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ തീരെ എനിക്ക് നടക്കാൻ വയ്യ, മൊത്തം ആകെ കുഴഞ്ഞിരിക്കുന്നു. വീഴ്ചയിൽ എന്താ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്നലെ ആസ്പത്രിയിൽ പോയി പുലർച്ചെ 3 മണിയായിട്ടാണ് വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ അവർ ഇഞ്ചക്ഷനും മരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. മുറി കെട്ടണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ മുറി കെട്ടിയിട്ടില്ല. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവർ മുറി കെട്ടണ്ട, മുറിയുടെ മുകളിൽ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അവർ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഗുളിയും ഓയിൽമെൻറ്റും ഈ ഇഞ്ചക്ഷത്തിൻ്റെ മരുന്നൊക്കെ ഇട്ട് മൂപ്പര് വന്നിട്ടുണ്ട്. എനിക്ക് നടക്കാൻ വയ്യ, പണിക്ക് പോയിരുന്ന ആളാണ്, ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. പന്നി ഓടിപ്പോകുന്നതിനിടയ്ക്ക് അയൽപ്പക്കത്തുള്ള കീഴ്പ്പടത്തൊടി വാസുവിനെയും ഒരു വിദ്യാർത്ഥിനിയെയും ആക്രമിച്ചു. പരിക്കേറ്റ ശിവദാസൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂരിലെ സ്വകാര്യ ഹോട്ടൽ തൊഴിലാളിയായ ശിവദാസൻ പണിമുടക്ക് ദിവസം വീട്ടിലെത്തിയതായിരുന്നു. ഇതിനിടെയാണ് പന്നിയുടെ ആക്രമണമുണ്ടായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവേഗപ്പുറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ CPM-ന്റെ ധർണ. ഏരിയ കമ്മിറ്റി അംഗം TP അഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് അനുവദിച്ചില്ലെന്നുമെല്ലാം കാണിച്ചാണ് CPM തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ഏരിയ കമ്മിറ്റി അംഗം TP അഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും ജനകീയമാക്കി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ ജനപ്രതിനിധികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസനങ്ങൾ കൃത്യമായി നടപ്പാകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 9 വർഷക്കാലമായി തുടർച്ചയായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ വർഷത്തിൽ കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചത്. അത് നമ്മുടെ പഞ്ചായത്തിലും തിരുവേഗപ്പുറ പഞ്ചായത്തിലും ഇവിടെ UDF ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഫണ്ട് അനുവദിക്കാതിരുന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് നയിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു ആനുകൂല്യവും അതല്ലാത്ത ഇടതുപക്ഷങ്ങളോ കോൺഗ്രസ്സുകാരോ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യവും കൊടുക്കുന്ന പ്രത്യേക വിഭാഗം വെച്ച് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫണ്ട് ഓരോ വർഷവും അനുവദിച്ചത്. തിരുവേഗപ്പുറ ലോക്കൽ സെക്രട്ടറി VT ബിജു അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PK സതീശൻ, AN നീരജ്, നടുവട്ടം ലോക്കൽ സെക്രട്ടറി N മനോജ്, MV അനിൽകുമാർ, VT കരീമലി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പൊതുയിടങ്ങളിൽ സധൈര്യം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സുൽഫിക്കർ അലിയെന്ന KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. തൃത്താല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായിരുന്ന C സുൽഫിക്കർ അലിയുടെ അനുസ്മരണ യോഗം ഞാങ്ങാട്ടിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും INTUC തൊഴിലുറപ്പ് പദ്ധതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുമായ E റാണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി P മാധവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ അപ്പുണ്ണി, മാനു വട്ടുള്ളി, ഫസലുൽ ഹക്ക്, അഡ്വക്കേറ്റ് TM നഹാസ്, സെയ്ദ് മുഹമ്മദ്, സിദ്ദിഖ്, KP അലി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.